തളിപ്പറമ്പ് നഗരസഭയുടെ പാലയാട്ടുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അറ്റകുറ്റപ്രവൃത്തികൾ നടത്തുന്നതിനുമുള്ള തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര ഇടപെടൽ നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മലിനജലം കിഴറ്റൂർ പ്രദേശത്തുൾപ്പെടെ ഒഴുകിയെത്തുന്നത് വൻ ദുരിതമായി തീർന്നിരുന്നു. തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡിൽ നിലവിൽ പ്രവർത്തിച്ചുവരുന്ന ATM കൗണ്ടറിനോട് ചേർന്ന് പുതിയ ATM മെഷീൻ കൂടി സ്ഥാപിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന അപേക്ഷയിൽ കൂടുതൽ അന്വേഷണം നടത്താൻ മുനിസിപ്പൽ സെക്രട്ടറിയെയും എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തി. കൂട്ടിച്ചേർക്കലിന് സ്ഥലം അനുവദിച്ചാൽ നഗര സൗന്ദര്യവൽക്കരണത്തെ ബാധിക്കുമെന്ന ആശങ്ക യോഗത്തിൽ ഉയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്തി തീരുമാനമെടുക്കാൻ തീരുമാനിച്ചത്. പുനഃസംഘടിപ്പിച്ച ആസൂത്രണ സമിതിക്ക് കൗൺസിൽ അംഗീകാരം നൽകി. നഗരസഭാ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ചെലവഴിച്ച തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഉയർന്ന ആക്ഷേപത്തിന് മറുപടി പറയാൻ ഫയലില്ലെന്ന ഉദ്യോഗസ്ഥരുടെ മറുപടിയെ ചെയർപേഴ്സൺ വിമർശിച്ചു. അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ എല്ലാ ഫയലുകളും ഉദ്യോഗസ്ഥരും കൗൺസിലിൽ ഉണ്ടായിരിക്കണമെന്ന് ചെയർപേഴ്സൺ കർശന നിർദ്ദേശം നൽകി. നഗരസഭാ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന വേർതിരിച്ച മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കൗൺസിലർ റഫീഖ് ആവശ്യപ്പെട്ടു. തൃച്ചംബരം ഉത്സവത്തിന് മുൻപായി തകർന്ന റോഡുകൾ ടാർ ചെയ്ത് നവീകരിക്കണമെന്ന് കൗൺസിലർ PV സുരേഷ് ആവശ്യപ്പെട്ടു. പാളയാട് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നതിനുമുള്ള തടസ്സങ്ങൾ നീക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്താനും കൗൺസിൽ തീരുമാനിച്ചു. ഇത്രയും ചെലവ് ചെയ്തിട്ട് ഒരു സത്യത്തിൽ നടന്നിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? കൂടുതലാണ് പക്ഷെ പറഞ്ഞു തലപ്പുറമായ ചെലവാണ്. ഇത്ര വലിയ ചെലവിന് ഇത്ര വലിയ ആഘോഷമായിട്ട് നടത്തുന്ന കഴിഞ്ഞ വർഷത്തെ കൗൺസിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അധ്യക്ഷം ചെയ്തല്ലോ, ചെറിയ ചെയ്തപ്പോൾ നസീർ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്ര വലിയ ഇതിന് അതുപോലെ സത്യത്തിലായിരുന്നു. T. ബാലകൃഷ്ണൻ, പുല്ലായിക്കുടി ചന്ദ്രൻ, KM ലത്തീഫ്, PC നസീർ, MP സാജിറ, നിമിഷ, KM ചന്ദ്രബാബു, PV സുരേഷ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.